മലയാള സിനിമയിലെ അബദ്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന 11ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. വളരെ രസകരമായ ചില കണ്ടിന്യൂറ്റി മിസ്റ്റേക്കുകളും ലോജിക് മിസ്റ്റേക്കുകളുമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചില മിസ്റ്റേക്കുകൾ നമുക്കൊരു കൗതുകമുണ്ടാക്കുമെങ്കിലും സിനിമയെയോ കഥാസന്ദർഭത്തെയോ അത് ബാധിക്കാറില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുമല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചത് 2006 ലാൽ ജോസ് ചിത്രം ക്ലാസ്മേറ്റിലെ ഈ രംഗത്തെക്കുറിച്ചാണ്. അതോടെ സുഖുവിന്റെ എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെട്ടു. പക്ഷെ പുലർച്ചയായിട്ടും കാണാതായപ്പോ എന്നെ പറ്റിച്ചു എന്ന് പോലും ഞാൻ സംശയിച്ചു. സുരാജിന്റെ കഥാപാത്രം മുരളിയെ കോളേജ് ഹോസ്റ്റലിലെ ജനറേറ്റർ റൂമിൽ കണ്ടെത്തുന്നത് പുലർച്ചെയാണ്. എന്നാൽ കോളേജിലുള്ള അതേ ഹോസ്റ്റലിൽ താമസിക്കുന്ന പൃഥ്വിരാജിന്റെ കഥാപാത്രം അടക്കമുള്ള വിദ്യാർത്ഥികൾ അതറിയുന്നത് ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കുകയും താരയുടെ കത്ത് അതിൽ നിന്ന് ലഭിക്കുകയും ചെയ്തതിന് ശേഷമുള്ള ഫൈറ്റിനിടയിൽ BBC വന്ന് പറയുമ്പോഴാണ്. ഇത്രയും സമയം ആ വാർത്ത മറ്റാരും അറിയാതിരുന്നത് എങ്ങനെയാണ്? ഹരിഗോവിന്ദായിരുന്നു ഈ കാര്യം ആദ്യമായി കമന്റ് ചെയ്തത്. ചാനലിൽ ഒരുപാട് പേർ കമന്റ് ചെയ്ത 3 മിസ്റ്റേക്കുകളെ കുറിച്ചാണ് നാം ആദ്യം സംസാരിക്കുന്നത്. 2005 ദിലീപിന്റെ കോമഡി ചലച്ചിത്രമായിരുന്നു പാണ്ടിപ്പട. ക്ലൈമാക്സിൽ ദിലീപും പ്രകാശ് രാജും തമ്മിലുള്ള സിലമ്പാട്ടം കാണാം. ഫൈറ്റിനിടയിൽ ചെളി പറ്റുന്ന ദിലീപിന്റെ വെള്ള ഷർട്ട് കാണാം. അതിനുശേഷം പെട്ടെന്ന് തന്നെ അതിലെ ചെളിയെല്ലാം പോയി വീണ്ടും വെട്ടിത്തിളങ്ങുന്നതായി കാണാം. 2017 മറ്റൊരു ദിലീപ് ചിത്രമായ ജോർജേട്ടൻസ് പൂരത്തിലും ക്ലൈമാക്സിൽ ഇങ്ങനെയൊരു രംഗം കാണാം. ഒരു മാസിന് വേണ്ടി താൻ ധരിച്ചിരിക്കുന്ന സ്ലീവുകൾ ദിലീപ് ഊരിയെറിയുന്നതായി കാണാം. പക്ഷേ അവസാനം പെട്ടെന്ന് ആ സ്ലീവുകൾ തിരിച്ചു വരുന്നതായിട്ടും പെട്ടെന്ന് വീണ്ടും അപ്രത്യക്ഷമാവുന്നതും കാണാം. മലയാളികൾ ഏറെ നെഞ്ചിലേറ്റിയ 1999 വിനയൻ ചിത്രമാണ് ആകാശഗംഗ. ആ സിനിമയിലെ ഒരു ഗാനരംഗമാണിത്. വളരെ വ്യക്തമായി തന്നെ അവിടെ ക്യാമറയുടെ നിഴൽ കാണാം. അതുപോലെ തന്നെ പ്രേതത്തിന്റെ നിഴലുകളും കാണാം. മാലിനിയും ഡോക്ടർ മോഹനും തമ്മിൽ എങ്ങനെ ഇഷ്ടമാണോന്നാ ഞാൻ ചോദിച്ചത്. 1991 മമ്മൂട്ടി ചിത്രം അടയാളത്തിൽ കാറിനെ ഓവർടേക്ക് ചെയ്തു പോകുന്ന സൈക്കിൾ നമുക്ക് കാണാം. അതേ സിനിമയിൽ തന്നെ ഇങ്ങനെയൊരു രംഗം കാണാം. ചില്ല് പൊളിക്കാൻ വേണ്ടി ജനൽ തിരഞ്ഞെടുക്കുമ്പോൾ ജനലിനകത്ത് ജനൽ കമ്പികൾ വ്യക്തമായി കാണാം. എന്നാൽ ചില്ല് പൊളിച്ചതിന് ശേഷം അത് അപ്രത്യക്ഷമാകുന്നു. ഡോറുകൾ മാത്രമുള്ള മറ്റേതോ ജനലാണ് പിന്നീട് കാണിക്കുന്നത്. ടു ഹരിഹർ നഗർ സിനിമയിൽ ഇങ്ങനൊരു രംഗം കാണാം. എന്നെ ഓർക്കുന്നുണ്ടോ സാർമാര്? ഗോവിന്ദൻകുട്ടി സാറിന്റെ വീട്ടിലെ പഴയ ഗോപി. പിന്നെ നല്ല ബെസ്റ്റ് ടൈം അല്ലേ? ആ ഒരു കഥാപാത്രം ആദ്യ ഭാഗത്തിൽ അങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞത് എപ്പോഴാണ്? ഇനി അവരാരെങ്കിലും വന്നാ ഇവിടെ തന്നെ ഇരിക്കാൻ പറയണം. ഞാൻ ഉടനെ മടങ്ങി വരും. ശരി. ഗോവിന്ദൻകുട്ടി സാറിന്റെ ടൈം ബെസ്റ്റ് ടൈം. ആരുമില്ലാത്ത സമയത്ത് സ്വയം പറഞ്ഞൊരു ഡയലോഗായിരുന്നു അത്. മറ്റു കഥാപാത്രങ്ങളൊന്നും തന്നെ അത് കേൾക്കുന്നില്ല. പിന്നെ എങ്ങനെയായിരിക്കും മഹാദേവനും അപ്പുക്കുട്ടനും ആ ഡയലോഗ് കേട്ടത്? പക്ഷെ ആദ്യ ഭാഗം സിനിമ ഇറങ്ങിയപ്പോൾ കേരളത്തിലാകെ ഹിറ്റായിരുന്ന ഒരു ഡയലോഗായിരുന്നു അത്. ചിലപ്പോൾ അപ്പുക്കുട്ടനും മഹാദേവനും ആദ്യ ഭാഗം സിനിമ കണ്ടതുകൊണ്ടായിരിക്കാം ആ ഡയലോഗ് മനസ്സിലാക്കിയത്. 1993 വക്കീൽ വാസുദേവ് എന്ന സിനിമയിലെ രംഗമാണിത്. ഈ ആപ്പിൾ കഴിച്ചു. ഇത് സ്വന്തം ചേട്ടൻ തരുന്നതാണ് എന്ന് കരുതിയാൽ മതി. സ്വന്തം ചേട്ടൻ അവൻ എന്റെ കയ്യിലൊന്ന് കിട്ടണം. അവൻ കാരണമാണ് എനിക്ക് ഈ ഗതി വന്നത്. നിങ്ങൾ ആരാ? അനിയന് ഗുണം കിട്ടാൻ പോകുന്ന ഒരു കാര്യം ചെയ്യാൻ വന്ന ആളാണെന്ന് കരുതിയാൽ മതി.
ചേട്ടനുമായിട്ട് എന്താ പ്രശ്നം? ഇതൊക്കെ ജഗദീഷിന്റെ കയ്യിലിരിക്കുന്ന ആപ്പിൾ ഇടക്ക് ഓറഞ്ച് ആവുന്നതും വീണ്ടും ആപ്പിൾ ആവുന്നതും കാണാം. ഇനി ചിലപ്പോൾ അത് നിറം മാറുന്ന ആപ്പിൾ ആകാനും സാധ്യതയുണ്ട്. ഏതായാലും ജഗദീഷിന്റെ ഒരു മാജിക് ആണത്. 2001 കാക്കക്കുയിലും ഇതുപോലൊരു മാജിക് ജഗതി കാണിക്കുന്നുണ്ട്. ഒരു സൈഡിൽ നിന്ന് കാണിക്കുമ്പോൾ ജഗതിയുടെ കയ്യിൽ ജ്യൂസ് ഉണ്ട്, മറു സൈഡിൽ നിന്ന് കാണിക്കുമ്പോൾ ജഗതിയുടെ കയ്യിൽ ജ്യൂസ് ഇല്ല. 2017 ഇറങ്ങിയ കുഞ്ചാക്കോ ബോബൻ ചിത്രമാണ് രാമന്റെ ഏദൻ തോട്ടം. ഹലോ, ഡിസ്ചാർജ് ആയോ? ഹൗ ആർ യു നൗ? ഹലോ. സിനിമയിൽ ഇതുവരെ ആരും കാണിക്കാത്ത ഒരു ടെക്നിക്കാണ് കാണിക്കുന്നത്. സെൻഡർ ഉപയോഗിച്ചുകൊണ്ട് ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പകരം കോൾ ചെയ്യുകയാണ്. സെൻഡർ ആപ്പിന് ഇങ്ങനെയും ഒരു ഉപയോഗമുണ്ടെന്ന് ഈ സിനിമ കാണിച്ചു തരുന്നു. 1987 മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് 20-ാം നൂറ്റാണ്ട്. ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കാറിന്റെ നമ്പർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം കാണിക്കുന്നത് 4600, പിന്നീട് വീണ്ടും കാണിക്കുന്നത് 4500. കാറിന്റെ സ്റ്റിക്കർ മാറ്റുന്ന രംഗങ്ങളുണ്ടെങ്കിലും നമ്പർ മാറ്റുന്ന രംഗങ്ങൾ സിനിമയിലില്ല. ചെങ്കോൽ, ചിന്താമണി കൊലക്കേസ് എന്നീ സിനിമകളിൽ നാം പറഞ്ഞൊരു കാര്യമാണ് സിനിമയ്ക്കിടെ രാത്രിയും പകലും മാറി മാറി വരുന്നത്. അങ്ങനെ ഒരു രംഗം കാണാം. ഈ വീട്ടിലെ അച്ഛനും അമ്മയും പിയെയും എല്ലാം ഞാനാണ്. പുറപ്പെടുമ്പോൾ രാവിലെയാണ്, വീടിന്റെ കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ അത് രാത്രിയാണ്, വീടിന്റെ മുമ്പിലെത്തി നിൽക്കുമ്പോൾ വീണ്ടും രാവിലെയാണ്. എനിക്കറിയാം. ഇത് മോൾക്ക് കൊണ്ടുവന്നതാ. എങ്ങനെയുണ്ട്? ഇത്രക്ക് ചെറിയൊരു ബാഗിനകത്താണോ അത്രക്ക് വലിയൊരു പാവ മീന കൊണ്ടുവന്നത്? ചിലപ്പോൾ ഡോറയുടെ കയ്യിലുള്ള ബാഗായിരിക്കാം അത്. നമുക്ക് ഒരുപാട് കൗതുകങ്ങൾ നൽകിയ സിനിമയാണ് 2005 സുരേഷ് ഗോപി ചിത്രമായ ദി ടൈഗർ. ആ സിനിമയിലെ ഈ രംഗത്തിലുള്ള അബദ്ധം എന്താണെന്ന് കമന്റ് ചെയ്യുമല്ലോ. എന്താണ് സുഹറയുടെ മെയിൽ ID? suhra_ahmad@hotmail.com. ബാപ്പച്ചിയുടെ ലെഗസി. യെസ്. അനുവിന്ദ്, രതീഷ്, കിച്ചൂസ്, റോജിൻ, മൂൺലൈറ്റ് എന്നിവരായിരുന്നു ഈ വീഡിയോയിലെ പല അബദ്ധങ്ങളും കമന്റ് ചെയ്തത്. ഇതുപോലെ പലരും കമന്റ് ചെയ്തിട്ടുണ്ട്. അവയെല്ലാം തന്നെ വരും വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങൾക്കറിയാവുന്നവ കമന്റ് ചെയ്യുകയോ ഇൻസ്റ്റഗ്രാം വഴി അറിയിക്കുകയോ ചെയ്യാം. നമ്മുടെ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഡിസ്ക്രിപ്ഷനിലോ ഫസ്റ്റ് കമന്റിലോ കാണുന്ന ഗിവ് അവേ വീഡിയോ കാണുമല്ലോ. കൂടുതൽ രസകരമായ സിനിമാ വിശേഷങ്ങളുമായി വരാം. പീസ്.